സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ ടാലി ERP അല്ലെങ്കിൽ ടാലി പ്രൈം എന്ന് പറയുന്ന ഒരു ERP സോഫ്റ്റ്വെയർ ആണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് SAP എന്ന് പറയുന്ന ഒരു ERP സോഫ്റ്റ്വെയർ ആണ്. SAP എന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുമ്പോൾ SAP എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ ERP എന്ന് പറഞ്ഞായിരിക്കും കാണുന്നത്. ടാലി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴും ടാലി ERP അല്ലെങ്കിൽ ടാലി പ്രൈം എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞായിരിക്കും കാണുന്നത്. ബാക്കിയുള്ള സോഫ്റ്റ്വെയർ പോലെ ഈ സോഫ്റ്റ്വെയറിലും ഒരു കമ്പനിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഈ സോഫ്റ്റ്വെയർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോ SAP ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഒരു കമ്പനിയിൽ SAP എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 40 lakh ടു അല്ലെങ്കിൽ 20 lakh to 40 lakh ആണ് നമുക്ക് എക്സ്പെൻസ് വരുന്നത്. അപ്പൊ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് സേഫ്റ്റി സെക്യൂരിറ്റി കൂടുതലാണ്. പിന്നെ ബാക്കി നമ്മൾ ഉപയോഗിച്ച സോഫ്റ്റ്വെയറിന്റെ അത്രയും യൂസർ ഫ്രണ്ട്ലി അല്ല ഈ ഒരു സോഫ്റ്റ്വെയർ. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും കൂടുതലും SAP എന്ന് പറയുന്ന ഈ ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ കുറച്ച് ഡിഫറെന്റ് മൊഡ്യൂളുകളായിട്ട് സർട്ടിഫിക്കേഷൻസ് തന്നെ ഓരോ കമ്പനിയിൽ കൊടുക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ SAPയുടെ ഫങ്ഷണൽ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമുക്കൊരു ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടുന്നത്. അതായത് SAP എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിനെ പലതായിട്ട് ഇവര് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫങ്ഷണൽ മൊഡ്യൂൾ എന്നും പറഞ്ഞിട്ട് പിന്നെ ടെക്നിക്കൽ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിൽ SAP മൊഡ്യൂൾ ലിസ്റ്റിൽ ഇതൊക്കെ ഫങ്ഷണൽ മൊഡ്യൂളിൽ വരുന്നതാണ്. അപ്പോൾ അതിലുള്ളതാണ് എന്നുള്ളൊരു മൊഡ്യൂൾ. അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഇൻവെന്ററി പർച്ചേസിങ് അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഗുഡ്സിന്റെ വാങ്ങൽ, അതാണ് ഈ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്ഷൻ പ്ലാനിങ് അല്ലെങ്കിൽ PP എന്ന് പറഞ്ഞ ഈ മൊഡ്യൂളിൽ ഈ ഒരു പ്രൊഡക്ഷൻ എങ്ങനെ പ്ലാൻ ചെയ്യണം, അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് അടുത്ത മാസം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ എത്ര റോ മെറ്റീരിയൽ നേരത്തെ വരണം, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ് ഉള്ള കാര്യത്തിൽ. ഇനി SD എന്ന് പറഞ്ഞ മൊഡ്യൂളില് കസ്റ്റമറുടെ കയ്യിലേക്ക് മെറ്റീരിയൽ എത്തിക്കുന്ന പ്രോസസ്സ്, അതിന്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനിയിപ്പോ നമ്മുടെ മൊഡ്യൂള് നമ്മുടെ മൊഡ്യൂള് ഇതാണ് SAP FICO. അപ്പൊ അതിന് ഫിനാൻസ് ആൻഡ് കൺട്രോളിംഗ് എന്നാണ് ടോട്ടലി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ ആവശ്യമുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ സോഫ്റ്റ്വെയറിലേക്ക് ചെയ്ത പോലെ ലെഡ്ജറിന്റെ പ്രിപ്പറേഷൻ, പിന്നെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ്, ജേണൽ എൻട്രി സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു FI മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു കൺട്രോളിംഗ് മൊഡ്യൂളിൽ നമ്മൾ ചെയ്യുന്നത് കോസ്റ്റ് സെന്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ടാലിയിൽ നമ്മൾ കോസ്റ്റ് സെന്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് എക്സ്പെൻസിന്റെ സബ് ഡിവിഷൻസ് വരുന്ന സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതൊക്കെ ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു FICO മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഡയറക്റ്റ് SAPയുടെ പവർ യൂസർ സർട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ നിങ്ങൾക്ക് കരിയേഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ SAP FICO നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ ഏത് മൊഡ്യൂളിലാണോ ആ സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതിനെ പറ്റിയ ഓഫേഴ്സ് വരും. അപ്പോൾ ഇതിലിപ്പോ ഒരു ജെൻപാക്റ്റിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, പ്രിൻസിപ്പൽ കൺസൾട്ടന്റ്. ഓക്കെ, ഇതിപ്പോ മെയിൻ വർക്കാണ്, അതായത് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെയാണ് ഇവര് സെർച്ച് ചെയ്യുന്നത്. SAP FICO കൺസൾട്ടന്റ് ആയിട്ടുള്ള, പക്ഷെ 10 to 16 years എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ്, നോട്ടീസ് പീരിയഡ്,
ഓക്കെ, അപ്പോൾ SAP CC 6.0 എക്സ്പീരിയൻസ് വേണമെന്ന് എഴുതിയിട്ടുണ്ട്. SAP FICO. അപ്പോൾ അതിൽ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ആർക്കിടെക്ട് എക്സ്പീരിയൻസിന്റെ SAP FICO എന്ന് പറയുന്നത് ഒരു ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നത് നമ്മളാണ്. അതായത് ഇപ്പോൾ ബാക്കി സോഫ്റ്റ്വെയർ പോലെയല്ല, ഈ സോഫ്റ്റ്വെയറിന്റെ ആദ്യം മുതൽ ഇതിന്റെ കുറെ സെറ്റിങ്സ് നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോകണം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മള് ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ഒരു കൺസൾട്ടന്റ് എന്ന് പറഞ്ഞ ജോബ് ഓപ്പണിംഗും കാണാൻ പറ്റും. ഫങ്ഷണൽ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞൊരു ജോബ് ഓപ്പണിംഗും കാണാം. അതേപോലെ തന്നെ പവർ യൂസർ അല്ലെങ്കിൽ എൻഡ് യൂസർ എന്നുള്ള ജോബ് ഓപ്പണിംഗും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു എൻഡ് യൂസർ പ്രൊഫഷണൽസിലേക്കുള്ള എക്സ്പീരിയൻസ് കുറവായിരിക്കും ചോദിക്കുന്നത്. അതായത് ഇപ്പൊ ഇതിൽ കാണുന്ന പോലെ 2 to 3 years, മറ്റേതൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 years 15 years അതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള പവർ യൂസർ ഓപ്പണിംഗിലേക്കായിരിക്കും. കാരണം ഇപ്പോ രണ്ട് ടൈപ്പ് സർട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് SAP യിൽ എടുക്കാം. ഒന്ന് പവർ യൂസറും പിന്നെ കൺസൾട്ടന്റ് ലെവലിലുള്ള സർട്ടിഫിക്കേഷൻ. അപ്പൊ കൺസൾട്ടന്റ് ലെവലിലുള്ള സർട്ടിഫിക്കേഷൻ എടുക്കുന്നത് നോർമലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ കമ്പനീസ് ഓഫറിങ്സ് കൊടുക്കുകയുള്ളൂ. പിന്നെ ഈ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കൺസൾട്ടന്റ് സർട്ടിഫിക്കേഷൻ അതെടുക്കാനായിട്ടുള്ള ചെലവ് കൂടുതലാണ്. അതായത് ഇപ്പോ നിങ്ങൾ ഗൂഗിളില് SAP പവർ യൂസർ സർട്ടിഫിക്കേഷൻ ഓക്കെ, അപ്പോ SAP പവർ യൂസർ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് പവർ യൂസർ സർട്ടിഫിക്കറ്റ്. ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതില്ല. ഓക്കെ, ഇപ്പൊ തൽക്കാലം അതിന്റെ ഇമേജ് കാണുന്നില്ല. ഓക്കെ, തൽക്കാലം മനസ്സിലാക്കാം. വേറൊരു ടൈപ്പ് സർട്ടിഫിക്കേഷൻ കൂടിയുണ്ട്, SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ. അപ്പോൾ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കോസ്റ്റ് കൂടുതലാണ്. ഇപ്പൊ നോർമലി എല്ലാവരും ചെയ്യാറുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ SAP ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ആ കമ്പനിയിൽ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി ഒന്നല്ലെങ്കിൽ സ്വന്തം ചെലവില് ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എടുക്കാം. കാരണം ഒരു 1.5 ലക്ഷം to 3 ലക്ഷം ആ റേഞ്ചിലാണ് അതിന്റെ സർട്ടിഫിക്കേഷൻ കോസ്റ്റ് വരുന്നത്. പിന്നെ ആകെ 3 അറ്റംപ്റ്റ്സ് ഉണ്ട്. ആ 3 അറ്റംപ്റ്റും ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ എമൗണ്ട് കൊടുത്തിട്ട് എക്സാം എഴുതേണ്ടി വരും. അപ്പൊ സാധാരണ ഈ ഒരു SAP എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതായത് കാലങ്ങളായിട്ട് ഈ പറഞ്ഞ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരാണ് ഈ പറഞ്ഞ ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ എടുക്കുന്നത്. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ് എൻഡ് യൂസർ അല്ലെങ്കിൽ പവർ യൂസർ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സർട്ടിഫിക്കേഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജോബിലേക്ക് പോകാനായിട്ട് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ ആയിരിക്കും. അതായത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ. ഇനി ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ FICO അല്ലെങ്കിൽ ഫിനാൻസിന്റെ വർക്കായിരിക്കും നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ പറയുന്ന പോലെ അക്കൗണ്ട്സ് റിസീവബിൾ, അക്കൗണ്ട്സ് പേയബിൾ, ലെഡ്ജർ പോസ്റ്റിംഗ്, കോസ്റ്റ് സെന്റർ അക്കൗണ്ടിങ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ FICOയിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളുടെ കോഴ്സ് സിലബസിന്റെ ഉള്ളിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ഈ സോഫ്റ്റ്വെയറിന്റെ കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ ഇതിങ്ങനെ പല പല മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫിനാൻസ്, മെറ്റീരിയൽ, സെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോ മൊഡ്യൂളിനും ഓരോ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഓരോ സർട്ടിഫിക്കേഷനും പേയ്മെന്റ് ഉണ്ട്. അതായത് ഇപ്പോ ഫിനാൻസിൽ ഗ്ലോബലും പവർ യൂസറും ഉള്ള പോലെ തന്നെ മെറ്റീരിയൽ മാനേജ്മെന്റിലും ഗ്ലോബലും പവർ യൂസർ എന്നുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ട്. അങ്ങനെ ഓരോന്നിലും
ഓരോ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ ഡിവിഷൻ ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടും എന്താണ് ഈ ഗ്ലോബലും പവർ യൂസർ അല്ലെങ്കിൽ എൻഡ് യൂസർ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് SAP ലോഗിൻ ചെയ്തിട്ട് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് തരുന്ന SAP യൂസർ ID എന്ന് പറയുന്നത് ഫുള്ള് ആക്സസ് ഉള്ള ഒരു ID ആയിരിക്കും. അതായത് ഈ സോഫ്റ്റ്വെയറിന്റെ അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ ഈ ഒരു ജോബ് ഓപ്പണിംഗിൽ സെലക്ട് ആയി എന്ന് വിചാരിക്കാം. അപ്പൊ സെലക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളുള്ളൂ. അക്കൗണ്ട്സ് പേയബിൾ, അതായത് വെൻഡറിനെയും കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുക, ജേണൽ എൻട്രികൾ റെക്കോർഡ് ചെയ്യുക. അതായിരിക്കും നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്, ഡെയിലി ടാസ്ക് അതായിരിക്കും. അതല്ലാതെ കമ്പനിയുടെ ഇൻഫോർമേഷൻ എടുക്കാനായിട്ടോ കമ്പനിയുടെ മെറ്റീരിയൽസിന് ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാനുള്ള അധികാരമൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ടാലി സോഫ്റ്റ്വെയറിലാണെങ്കിൽ ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം ആ അക്കൗണ്ടന്റിന് എല്ലാ റിപ്പോർട്ടുകളിലേക്കും ആക്സസ് ഉണ്ട്. അതായത് ഇപ്പൊ ഐറ്റം കാണണമെന്നുണ്ടെങ്കിൽ ഐറ്റം കാണാം, പിന്നെ കമ്പനിയുടെ സ്റ്റോക്ക് റിപ്പോർട്ട് കാണണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് റിപ്പോർട്ട് കാണാം, സെയിൽസിന്റെ ഇൻഫോർമേഷൻ കാണണമെന്നുണ്ടെങ്കിൽ സെയിൽസിന്റെ ഇൻഫോർമേഷൻ കാണാം. അങ്ങനെ എല്ലാ റിപ്പോർട്ടിലേക്കും ആക്സസ് ഉള്ള രീതിയിലാണ് ബൈ ഡിഫോൾട്ട് ടാലി സോഫ്റ്റ്വെയർ വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് മാറ്റിയിടാം. അതായത് ഇപ്പോൾ ഒരു ഓരോ യൂസർ ഐഡിക്കും ഓരോ ആക്സസ് എന്നുള്ള രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്തിടാം. ടാലിയിലും അത് പോസിബിൾ ആണ്. പക്ഷെ ബൈ ഡിഫോൾട്ട് ഈ പറഞ്ഞ ടാലിയിൽ കുറെ കാര്യങ്ങൾ ഓൾറെഡി കോൺഫിഗർ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ റിപ്പോർട്ടും നമുക്ക് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ എല്ലാ ഒരു അക്കൗണ്ട് ഒരു ആൾക്ക് തന്നെ എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ SAP പോലുള്ള സോഫ്റ്റ്വെയർ ഒരു MNC ലെവലിലുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ MNC ലെവലിലാവുമ്പോൾ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റാഫിനും അവരുടേതായിട്ടുള്ള ടാസ്ക് മാത്രമായിരിക്കും ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട. അപ്പോ ഇനി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കിട്ടുന്ന ID എന്ന് പറയുന്നത് ഫുൾ ആക്സസ് ഉള്ള ID ആയിരിക്കും. ഫുൾ ആക്സസ് ഉള്ള ID ആയതുകൊണ്ട് നമുക്ക് കൺസൾട്ടന്റിന്റെ ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റും, പവർ യൂസറിന്റെ ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റും. ഇനി രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഈ കൺസൾട്ടന്റ് ആണ് പവർ യൂസർക്ക് ചെയ്യേണ്ട എല്ലാ കോൺഫിഗറേഷൻസും അല്ലെങ്കിൽ സെറ്റിങ്ങും ചെയ്ത് കൊടുക്കുന്ന ആള്. അതായത് നമ്മളിപ്പോ കാര്യം പവർ യൂസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ട്രെയിനിങ്ങിന്റെ പാർട്ടായിട്ട് നമ്മൾ തന്നെ കൺസൾട്ടിങ് വർക്കും ചെയ്യും. ഇനി ഈ ഒരു കൺസൾട്ടിങ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഒരു പവർ യൂസറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ടാസ്ക് വെച്ചിട്ടാണെങ്കിൽ പർച്ചേസ് ബിൽ ക്രിയേഷൻ, ഇത് ഈ ഒരു ടാസ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കാം. പർച്ചേസിന്റെ ബില്ല് ഉണ്ടാക്കണം. അപ്പോ നമ്മൾക്കിപ്പോ അറിയാവുന്ന സോഫ്റ്റ്വെയറിന്റെ ലോജിക്കില് അല്ലെങ്കിൽ ലെവലില് തിങ്ക് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് പർച്ചേസ് ലെഡ്ജർ, നെക്സ്റ്റ് വെൻഡർ ഡാറ്റ. വെൻഡർ ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് വെൻഡർ എന്നുള്ള ഒരു പേര് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ ഒരു പേര്. ഇതിപ്പോ ടാലിയിലാണെങ്കിൽ നമ്മൾ ആ ഒരു സെൻട്രൽ ക്രിപ്റ്റർ എന്നുള്ള ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യും, വെൻഡർ എന്നുള്ള പേര്. ഇതാണ് പവർ യൂസർ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം, വെൻഡർ ഡാറ്റ ക്രിയേറ്റ് ചെയ്യണം, പിന്നെ ആണ് ലാസ്റ്റ് സ്റ്റേജിൽ ഈ പറഞ്ഞ പർച്ചേസ് ബില്ല് ക്രിയേഷൻ വരുന്നത്. ഓക്കെ, അങ്ങനെ 3 ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പവർ യൂസർ ടാസ്ക് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു പർച്ചേസ് ലെഡ്ജർക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് പർച്ചേസ് ലെഡ്ജർ എന്ന് പറഞ്ഞ ഒരു ലെഡ്ജർ ഇപ്പൊ ടാലിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടത് ഒരു ഗ്രൂപ്പ് വേണം. ഓക്കെ, അപ്പോ അതിനാണ് ലെഡ്ജർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ വെൻഡറിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെൻഡർ ഗ്രൂപ്പ് വേണം.
പിന്നെ പർച്ചേസ് ബില്ല് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിൽ നമ്പർ ആൻഡ് ഫീൽഡ് കോൺഫിഗറേഷൻ. ഓരോ ബില്ലിനും എന്ത് നമ്പർ വരണം എന്ന് തീരുമാനിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കമ്പനി സെറ്റിംഗ്സ് ആൻഡ് കോൺഫിഗറേഷൻ, ബ്രാഞ്ച് മാനേജ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഒരു കൺസൾട്ടന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതായത് പവർ യൂസർ എന്ന് പറയുന്നത് സിമ്പിൾ സെൻസിൽ ഡാറ്റ എൻട്രി വർക്കും, കൺസൾട്ടന്റ് എന്ന് പറയുന്നത് ആ ഡാറ്റ എൻട്രി വർക്കിന് വേണ്ടത് സെറ്റിംഗ്സ് ചെയ്ത് കൊടുക്കുന്ന ആളുമാണ്. ഓക്കെ, അപ്പോ നമ്മളിവിടെ ഇപ്പോ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. കാരണം നമ്മളുടെ കമ്പനിയിൽ പവർ യൂസർ നമ്മൾ തന്നെ, കൺസൾട്ടന്റ് നമ്മൾ തന്നെ എന്നുള്ള അസംഷനിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ആ രീതിയിൽ ഫുൾ ആക്സസ് ഉള്ള സെർവർ ആയിരിക്കും നമ്മൾക്ക്, സെർവർ യൂസർ ഐ ഡി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി SAP നിലവില് വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമുക്ക് ഉള്ളത്. ഇപ്പോൾ വിൻഡോസ് ഉള്ള ഒരു സിസ്റ്റത്തിലാണ് ഈ പറഞ്ഞ SAP GUI എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതൊരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഓൺലൈൻ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സാധാരണ ടാലിയിലൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു സിസ്റ്റത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ സിസ്റ്റത്തിൽ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സോഹോ ബുക്സും ക്വിക്ക് ബുക്സ് ഒക്കെ ആയപ്പോൾ അത് ഓൺലൈനാണ്. എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം, വീട്ടിലിരുന്നിട്ട് വേണമെങ്കിലും ഈ പറഞ്ഞ സോഫ്റ്റ്വെയറിൽ കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെയാണ് SAPയുടെ കേസ്. സിസ്റ്റത്തില് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഓരോ സമയത്തും ഏത് സിസ്റ്റത്തിൽ നിന്ന് വേണമെങ്കിലും നിങ്ങളുടെ കമ്പനിയുടെ ഡാറ്റനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും, എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അപ്പോ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു സെർവറിനെ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓരോ സെർവറിനും ഇങ്ങനെ ഒരു IP അഡ്രസ് ഉണ്ടാവും. അപ്പൊ നമ്മളുടെ ഓരോ ഇലക്ട്രോണിക് ഡിവൈസിനും ഒരു ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ഉള്ള പോലെ നമ്മളെ ഫോണിനായാലും ഒരു IP അഡ്രസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഈ പറഞ്ഞ സൈബർ സെല്ലിലൊക്കെ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലല്ല, പുറത്തുള്ള വേറൊരു സിസ്റ്റത്തിലാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന്റെ അഡ്രസ് ഏതാണ് എന്നിങ്ങനെ ഓൾറെഡി കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ പുതിയ ഓരോ സെർവറിനെ ആഡ് ചെയ്യുക. അതായത് ഇപ്പൊ ഈ സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഈ ഒരു പേജ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ സെർവറുകളെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ എത്ര സെർവേഴ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ എത്ര സെർവറിന് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊന്നും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ യൂസ് ചെയ്യുന്ന ട്രെയിനിങ് സെർവർ ആയതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ യൂസർ IDs ഒക്കെ ഒരു 2 മാസം വാലിഡിറ്റി ഉണ്ടാവും. ആ 2 മാസം വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഒരു സെർവറിൽ കയറാൻ നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. ചിലപ്പോൾ യൂസർ ID വെച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ കണക്ട് ആവുന്നില്ല, ഇങ്ങനെ ഒരു എറർ മെസ്സേജും വരും. ഇങ്ങനെ എറർ മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ സെർവർ എക്സ്പയർ ആയി, നിങ്ങളുടെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം. കാരണം നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സോഫ്റ്റ്വെയറിലേക്ക്, സെർവറിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു സെർവറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സ്വന്തം സെർവർ ആയിട്ടില്ല, അതാവുമ്പോൾ ആ സെർവറിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ സെർവറിലേക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണോ നിങ്ങളുടെ സെർവർ അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗോൺ പേജ് വരും. ഇപ്പോ ഓരോ യൂസർ IDക്കും ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. ആ യൂസർ നെയിമും പാസ്വേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. ഇനി യൂസർ നെയിം ഇൻകറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് 3 പ്രാവശ്യം ഇൻകറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ യൂസർ ID ബ്ലോക്ക് ആവും, പാസ്വേഡ് തെറ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ. 3 ചാൻസ് ഉണ്ട്. ആ 3 ചാൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ ID ബ്ലോക്ക് ആയി പോകും.
അപ്പോൾ യൂസർ ഐ ഡി നിങ്ങൾ ബ്ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അൺബ്ലോക്ക് ചെയ്യാനായിട്ട് കൊടുക്കണം. അപ്പൊ അത് ഏകദേശം ഒരാഴ്ചയോളം പിടിക്കും നിലവിലത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ബ്ലോക്ക് ആക്കാതിരിക്കുക. അതായത് ഇപ്പോൾ ഒരു യൂസർ ഐ ഡി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തെറ്റാണെങ്കിൽ ഇങ്ങനെ താഴെ മെസ്സേജ് വരും. പാസ്വേഡ് ഇൻകറക്റ്റ് ആണെന്നുള്ളൊരു മെസ്സേജ് വരും. അപ്പൊ അങ്ങനെ തെറ്റാണെന്ന് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കുള്ളത് 2 ചാൻസ് ആണ്. ആ 2 ചാൻസിനുള്ളിൽ കറക്റ്റ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ ഈ ബാങ്കിന്റെ ഒക്കെ പോലെ ബാങ്കിന്റെ ആപ്ലിക്കേഷനിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ പാസ്വേഡ് തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ ബ്ലോക്ക് ആക്കി കളയും. 3 ചാൻസ് ഉണ്ട്. ആ 3 ചാൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബ്ലോക്ക് ആക്കി കളയും. അതേപോലെ തന്നെയാണ് ഇതും. അപ്പോ ഒരു പ്രാവശ്യം തെറ്റായിട്ട് ഇൻകറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തു, നെക്സ്റ്റ് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ആവും. പിന്നെ വീണ്ടും 3 ചാൻസ് കിട്ടും വീണ്ടും തെറ്റായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3 പ്രാവശ്യം ഇൻകറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലേ ബ്ലോക്ക് ആവുള്ളൂ, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഒരു ക്ലയന്റ് കോഡ് ഉണ്ടാകും. അതായത് ഇപ്പൊ നിങ്ങളുടെ യൂസർ ഐ ഡിയിൽ ഒരു ക്ലയന്റ് എന്നുള്ളൊരു കോഡ് ഉണ്ടാവും. അപ്പൊ എന്താണ് ക്ലയന്റ് എന്നുള്ള കോഡ് അത് പിന്നീട് പറയാം. തൽക്കാലം ജസ്റ്റ് ഒരു ക്ലയന്റ് കോഡ് കൊടുക്കുകയാണ്. പിന്നെ ഒരു യൂസർ ഐ ഡി ടൈപ്പ് ചെയ്തു, പാസ്വേഡ് വെച്ചൊന്ന് ലോഗിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് പേജ് അല്ലെങ്കിൽ SAP ഈസി ആക്സസ് ഈ ഒരു സ്ക്രീനിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. ഇതൊരു ട്രെയിനിങ് സെർവറാണ്. അപ്പോൾ ഇതിൽ എന്ത് ഡാറ്റ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം, എന്ത് ടൈപ്പ് ആക്ടിവിറ്റി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ ഒരു റിയൽ ലൈഫ് കമ്പനി സെർവർ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം കമ്പനിയുടെ പ്രോസസ്സിങ് അല്ലെങ്കിൽ വർക്കിനെ എഫക്ട് ചെയ്യും. കാരണം മെയിനായിട്ടും MNC കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് ഇപ്പൊ നമ്മൾ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഫോൾഡർ മാത്രം കാണാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഹിഡൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹ്യൂമൻ റിസോഴ്സിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ഫോൾഡർ മാത്രം കാണാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഹിഡൻ ആയിരിക്കും. ആ രീതിയിലായിരിക്കും നമ്മൾ ഓരോ യൂസർ ഐ ഡി വെച്ചിട്ട് ഇങ്ങനെ ആക്സസ് ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് SAPയുടെ ഒരു കാര്യം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് ട്രെയിനിങ് സെർവറാണ്, ഇത് ഫുള്ളായിട്ട് ലൈസൻസ് കൊടുത്ത് മേടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ മൊഡ്യൂളിലേക്കും എല്ലാ രീതിയിലുള്ള ആക്സസും നമുക്ക് ഇതിൽ കിട്ടും. ഓക്കെ, ഇനിയിപ്പോ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഇന്റർഫേസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു യൂസർ ഇന്റർഫേസ്. ഇപ്പൊ ബാക്കി സോഫ്റ്റ്വെയർ പോലെയല്ല, ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് ഓരോ എററുകളാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു ഓർഡറിലാണ് പോകുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എറർ മെസ്സേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് ബ്ലിങ്ക് ചെയ്ത് കാണിക്കും. ആ എറർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു യൂസർ ഇന്റർഫേസ് സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ എററും സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതില് ഫസ്റ്റ് തന്നെ ടോപ്പിലുള്ള ഈ ഒരു ഏരിയ മനസ്സിലാക്കുക. അതാണ് മെനു ബാർ. ബാക്കി വേർഡ് എക്സലിലൊക്കെ കാണുന്ന പോലെ ഏറ്റവും ടോപ്പിൽ ഒരു ഏരിയ ഉണ്ടാവും SAPയിൽ. അതാണ് മെനു ബാർ എന്ന് പറയുന്നത്. ആ മെനു ബാറിൽ ഓരോ സാഹചര്യം അനുസരിച്ചുള്ള ഓരോ ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഇനി മെനു ബാറിന്റെ താഴെയുള്ള ഏരിയ ആണ് ടൂൾ ബാർ എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ടൂൾ ബാർ എന്ന് പറയുന്നത്.
ആ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ നമ്മൾക്ക് ഈ മെനു ബാറിലുള്ള കുറച്ച് ഓപ്ഷൻസും ചില ഓപ്ഷൻസിലേക്കുള്ള പെട്ടെന്ന് എത്താനുള്ള കുറച്ച് ബട്ടൺസും കിടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതും ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ആയിരിക്കും. അതായത് SAP നാവിഗേഷന് കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബട്ടൺസ് ആയിരിക്കും. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ട ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു എന്റർ എന്നുള്ള കീ ആണ്. ഈ എന്റർ കീ ഓരോ സോഫ്റ്റ്വെയറിനും ഓരോ രീതിയുണ്ട്. അതായത് ഇപ്പോൾ ഈ സോഫ്റ്റ്വെയറിൽ അടുത്തടുത്ത പേജുകളിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ എന്റർ എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് ഓക്കെ, ഇതിപ്പോ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വെൻഡറിന്റെ ഇൻഫോർമേഷൻ കാണാനായിട്ട് ഉള്ളൊരു റിക്വസ്റ്റ് ആണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ വെൻഡറിന്റെ ഇൻഫോർമേഷൻ ആണ് എനിക്ക് കാണേണ്ടത് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ എന്റർ എന്നുള്ള കീ പ്രസ് ചെയ്യണം. ഇവിടെ ഉള്ള ഈ എന്റർ കീ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിലുള്ള എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം എഫക്ട് തന്നെയാണ്. അപ്പോൾ എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഓക്കെ, താഴെ ഒരു വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും വാർണിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി എന്റർ കീ പ്രസ് ചെയ്യാം. ഈ പേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോ ഫസ്റ്റ് പേജ് ആണ്. ഈ വെൻഡറിന്റെ പേര്, ഏത് രാജ്യത്താണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള ഇൻഫോർമേഷൻ കാണാം. ഇനി ഇവിടെ നിന്ന് അടുത്ത പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഇവിടെ ഈ എന്റർ എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പേജിലേക്ക് പോകും. വീണ്ടും എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്ക് പോകും. അങ്ങനെ ഓരോ പ്രാവശ്യവും എന്റർ കീ പ്രസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഓരോരോ പേജുകളിലേക്കായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നാവിഗേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു എന്റർ എന്നുള്ള കീ. അതായത് ഇപ്പൊ എന്റർ അടിച്ച് ലാസ്റ്റ് ഡാറ്റ സ്ക്രീനായി, പേജുകൾ അല്ലെങ്കിൽ ഫില്ല് ചെയ്തിട്ടുള്ള ലാസ്റ്റ് പേജ് ആയി. അപ്പോ എക്സിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു, യെസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ എന്റർ എന്ന് പറയുന്നത് സ്ക്രീന് അപ്ഡേറ്റ് ചെയ്യാനും യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ ഒന്നല്ലെങ്കിൽ അടുത്ത സ്ക്രീനിലേക്ക് പോകാനായിട്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ സ്ക്രീൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പൊ ചില സാഹചര്യങ്ങളിൽ ഇപ്പോ നിലവിൽ ഇവിടെ കിടക്കുന്നത് ഓസ്ലാൻഡ് ലിഫറന്റ് എന്ന് പറഞ്ഞൊരു പേരാണ് അവിടെ കിടക്കുന്നത്. വെൻഡറിന്റെ പേര് അതാണ്. അപ്പൊ അത് മാറ്റിയിട്ട് ജസ്റ്റ് ഞാനിപ്പോ വേറൊരു കോഡ് ടൈപ്പ് ചെയ്യണം. ഓക്കെ, 3001 എന്ന് ടൈപ്പ് ചെയ്യാന്ന് വിചാരിക്കാം. അതായത് ഇവിടെ 3001 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ സ്ക്രീനിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഓസ്ലാൻഡ് എന്നുള്ള പഴയ പേര് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഓക്കെ, ആ പേര് മാറിയിട്ട് ഇപ്പോ ആ 3001 എന്ന് പറയുന്ന കോഡിന്റെ പേരായി, ടെസ്റ്റ് വെൻഡർ 07 എന്ന് പറഞ്ഞ പേരായി. ഓക്കെ, അപ്പൊ അങ്ങനെ സ്ക്രീന് റിഫ്രഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ എന്റർ എന്നുള്ള കീ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതൊരു കാര്യം. ഇനി നെക്സ്റ്റ് ആവശ്യമുള്ളൊരു കാര്യമാണ് കമാൻഡ് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഈ എന്റർ എന്നുള്ള കീ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഇവിടെ ഉള്ള ഈ ഒരു ഓപ്ഷനാണ് കമാൻഡ് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ കമാൻഡ് ഫീൽഡിന്റെ പർപ്പസ് എന്താന്ന് വെച്ചാൽ ടി കോഡുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കമാൻഡ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ടി കോഡ്? ടി കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ കോഡ്സ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ്. SAP-യിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടി കോഡ്സ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ കോഡ് ആയിരിക്കും. ഇപ്പോൾ ഓരോ സോഫ്റ്റ്വെയറിനും അതിൻ്റെതായിട്ടുള്ള ഷോർട്ട് കട്ടുകളുണ്ട്. ഇപ്പോൾ ടാലിയിലാണെങ്കിൽ കൺട്രോൾ മോൾട്ടൊക്കെ പ്രസ് ചെയ്തിട്ടുള്ള കുറേ ഷോർട്ട് കട്ട് ഉണ്ട്. SAP-യിലാണെങ്കിൽ അങ്ങനെ കൺട്രോൾ മോൾട്ടും പ്രസ് ചെയ്തിട്ടുള്ള ഷോർട്ട് കട്ടുകൾ കുറവാണ്. പകരം വേറെ കുറച്ച് കോഡുകളാണ്. ഇനി ആ കോഡുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ട്രാൻസാക്ഷൻ കോഡ്സ് SAP മെനുവിൽ മാത്രം വർക്ക് ചെയ്യും. SAP മെനു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പേജ്, അതായത് ഇവിടെ നിന്ന് ഓക്കെ, ഇതാണ് SAP മെനു. ഈ ഫസ്റ്റ് സ്ക്രീനാണ് SAP മെനു എന്ന് പറയുന്നത്. ഇവിടെ മാത്രമേ ടി കോഡുകൾ വർക്ക് ചെയ്യുള്ളൂ.
വേറെ ഏത് സ്ക്രീനിൽ നിൽക്കുകയാണെങ്കിലും അവിടെ ടി കോഡ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് വർക്ക് ചെയ്യില്ല. അതാണ് ടി കോഡിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ കുറെ ഫോൾഡറുകളാണ്. ഇതിനെയാണ് മെനു പാത്ത് എന്ന് പറയുന്നത്. ഈ പാത്ത് വേസ് ബൈ ഹാർട്ട് പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ചില എക്സാംസിനൊക്കെ പോകുമ്പോൾ, ചില സർട്ടിഫിക്കേഷൻ എക്സാംസിന് പോകുമ്പോഴൊക്കെ ചില പാത്ത് വേസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഏകദേശം ഇതൊക്കെ എവിടെയാണ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. നമ്മൾക്ക് കൂടുതലും ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഫോൾഡർ ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് എന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പോയി കഴിഞ്ഞാൽ ജനറൽ ലെഡ്ജർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഡോക്യുമെന്റ് എൻട്രിയിൽ പോയി കഴിഞ്ഞാൽ എൻ്റർ GL ഡോക്യുമെന്റ്, ഇവിടെയാണ് ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ സോഹോ ബുക്സിലും ക്വിക്ക് ബുക്സിലൊക്കെ ജനറൽ GL ഡോക്യുമെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് സാധാരണ ജനറൽ ജേർണൽ എൻട്രികളൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നത്, പേയ്മെന്റിന്റെ റെസീപ്റ്റിന്റെ ഒക്കെ ട്രാൻസാക്ഷൻ. അപ്പൊ ഇവിടെ SAP-യിലാണെങ്കിൽ ഇങ്ങനെ ഒരു പാത്ത് വേ ആണ്. ആ പാത്ത് വേ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് അവസാനം നമ്മളൊരു ഡെഡ് എൻഡിലെത്തും. അതിങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഡോക്യുമെന്റിലേക്കായിരിക്കും പോകുന്നത്. ഇതാണ് SAP-യിലെ ആ ഒരു ഡോക്യുമെന്റ്. ഇവിടെ ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഡേറ്റ് കൊടുക്കുക, ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നൊക്കെയുള്ള ഓപ്ഷൻ കൊടുക്കുക, എമൗണ്ട് കൊടുത്ത് സേവ് ചെയ്യാം. അത്രയും കാര്യമുള്ളൂ ഒരു സാധാരണ ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റിലേക്ക് എത്താനായിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം അക്കൗണ്ടിങ് എന്നുള്ള ഫോൾഡർ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഫോൾഡറിനെ നാവിഗേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന് എക്സ്പാൻഷൻ എന്ന് പറയും, ക്ലോസ് ചെയ്യണമെങ്കിൽ അതിന് കൊളാപ്സിംഗ് എന്ന് പറയും. അങ്ങനെ ഇതിന് എക്സ്പാൻഡ് ചെയ്തു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സ്പാൻഡ് ചെയ്തു, ജനറൽ ലെഡ്ജറിൽ എക്സ്പാൻഡ് ചെയ്തു, ഡോക്യുമെന്റ് എൻട്രി വന്നു. അവിടെ നിന്നാണ് എൻ്റർ GL അക്കൗണ്ട് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഓപ്ഷൻ വന്നു. ഇനി ഇതിന് പകരം ഒരു ടി കോഡ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഇപ്പോൾ FB50 എന്ന് പറയുന്ന ഒരു കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഓക്കെ ഡയറക്റ്റ് ആ ഒരു പേജിലേക്ക് പോയി. അതായത് ഇപ്പോ ഇത്രയും പാത്ത് വേ ഓപ്പൺ ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ഒരു ഫസ്റ്റ് പേജിൽ നിൽക്കുമ്പോൾ ജസ്റ്റ് ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡോക്യുമെന്റിലേക്ക് എത്താൻ പറ്റും. ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും. അതായത് ഇപ്പോൾ ഈ ലോജിസ്റ്റിക്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ MM-ന്റെ കുറെ ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ എല്ലാ പാത്ത് വേയും നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇതിങ്ങനെ മാത്രമല്ല, ഇതിങ്ങനെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് പോകാനും ഒരു ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വിൻഡോയിലേക്ക് എത്തും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ടൈപ്പ് ചെയ്യുക. അതായത് ഇപ്പോൾ ME21N ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുക. അതായത് ഇവിടെ ഉള്ള എൻ്ററോ കീബോർഡിലുള്ള എൻ്റർ കീയോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഡോക്യുമെന്റിലേക്ക് പോകും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോന്നിനും ഓരോ ടി കോഡുകളുണ്ട്. ഇതിപ്പോ ഇൻവോയ്സ് എൻ്റർ ചെയ്യാനുള്ള ടി കോഡാണ്. ഇനി ഇപ്പൊ വരാൻ പോകുന്നത് ഗുഡ്സ് റെസിപ്റ്റ് എൻ്റർ ചെയ്യാനുള്ള ടി കോഡ്. ഓക്കെ, അപ്പോൾ ഓരോന്നും സെലക്ട് ചെയ്ത് പോകുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇങ്ങനെ ഓരോന്നും ക്ലിക്ക് ചെയ്ത് ടി കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഡോക്യുമെന്റിലേക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ആ ഓപ്ഷനിലേക്ക് എത്തും. ഓക്കെ, അതിനായിട്ടാണ് എല്ലാവരും ടി കോഡുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ടി കോഡ് എന്ന് പറയുന്നത് ഓരോ ഷോർട്ട് കട്ട് കോഡുകളാണ്. ഇനി ടി കോഡിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ഈ ഫസ്റ്റ് പേജിൽ മാത്രം വർക്ക് ചെയ്യും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് നമ്മൾ ലെഡ്ജർ ഡോക്യുമെന്റ് ആണെന്ന് വിചാരിക്കുക, FB50 ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യുന്ന പേജിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാനിപ്പോ വേറെ ഒരു ടി കോഡ് FS00 എന്ന് പറഞ്ഞൊരു ടി കോഡ് ടൈപ്പ് ചെയ്തു. എല്ലാ ടി കോഡും ഇതിന്റെ അകത്തേ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കമാൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞ ഏരിയയിലെ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് വെറുതെ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അതായത് ആ ഒരു പേജ് വന്നില്ല. ജസ്റ്റ് ഇവിടെ താഴെ ഒരു മെസ്സേജ്, എറർ മെസ്സേജ് ആണ് വന്നത്, വാലിഡ് ഡേറ്റ് കൊടുക്കാൻ. അതായത് ആ ഒരു എൻ്റർ കീ
അപ്ലൈ ആയത് ഈ സ്ക്രീനിലാണ് അപ്ലൈ ആയത്. അതുകൊണ്ടാണ് എന്റെ എറർ മെസ്സേജ് വന്നത്. അപ്പോൾ അതാണ് ടി കോഡിന്റെ ഒരു ലിമിറ്റേഷൻ. ടി കോഡുകൾ ഈ ഫസ്റ്റ് പേജിൽ നിൽക്കുമ്പോൾ മാത്രം വർക്ക് ചെയ്യും. അതായത് ഇവിടെ നിൽക്കുമ്പോൾ FS00 ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് വരും. ഇതാണ് ലെഡ്ജർ ഡോക്യുമെന്റ്സിന്റെ ഫീൽഡ്. അതാണ് ടി കോഡിന്റെ പ്രത്യേകത. ഫസ്റ്റ് പേജിൽ SAP മെനുവിൽ നിൽക്കുമ്പോൾ മാത്രം ടി കോഡുകൾ വർക്ക് ചെയ്യുള്ളൂ. ആ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ചില ഷോർട്ട് കട്ടുകൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഇത്, കൺട്രോളും ക്വസ്റ്റ്യൻ മാർക്കും. കീബോർഡിലുള്ള കൺട്രോൾ കീയും ഷിഫ്റ്റിന്റെ ഒക്കെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു കീ ഉണ്ട്, റൈറ്റ് ഷിഫ്റ്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള കീ, ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ആ ക്വസ്റ്റ്യൻ മാർക്കും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കമാൻഡ് ഫീൽഡിലേക്ക് ജമ്പ് ചെയ്ത് നോക്കുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയെന്ന് വിചാരിക്കും, ഇപ്പോൾ സെലക്ഷൻ ഇവിടെ നിൽക്കുകയാണ്, വെബ് ക്ലയന്റ് എന്ന് പറയുന്ന ഏരിയയിൽ. അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇവിടേക്ക് പോകണം. അപ്പോൾ കമാൻഡ് ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മൗസ് വെച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് സെലക്ട് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് പ്രസ് ചെയ്താൽ മതി. കൺട്രോളും ക്വസ്റ്റ്യൻ മാർക്കും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ ഒരു പേജിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് ജമ്പ് ചെയ്ത് വെക്കും. അതാണ് കമാൻഡ് ഫീൽഡിന്റെ പർപ്പസ്. ഇനി നെക്സ്റ്റ് നമ്മളിപ്പോ ആദ്യം യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടി കോഡ് എന്ന് പറയുന്നത് /n എന്ന് പറഞ്ഞ കോഡായിരിക്കും. ഈ /n എന്നുള്ള കോഡ് യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നിലവിലുള്ള വിൻഡോ ക്ലോസ് ചെയ്തിട്ട് ഫസ്റ്റ് വിൻഡോ ആയ SAP മെനുവിലേക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പൊ നിലവിലുള്ള വിൻഡോ ക്ലോസ് ആയി ഫസ്റ്റ് SAP മെനുവിലേക്ക് ജമ്പ് ചെയ്ത് പോകാം. അപ്പൊ അതിന് അല്ലെങ്കിൽ ആ ഒരു കാര്യം എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വിൻഡോയിൽ നിൽക്കുകയാണ്. ഈ വിൻഡോയിൽ നിൽക്കുന്ന സമയത്ത് കമാൻഡ് ഫീൽഡിൽ /n എന്ന് ടൈപ്പ് ചെയ്യും. ഈ ടി കോഡുകൾക്ക് ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ എന്നുള്ള കേസ് സെൻസിറ്റീവ്നെസ് ഇല്ല. ക്യാപിറ്റൽ ആയാലും സ്മോൾ ആയാലും കുഴപ്പമില്ല. /n ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പേജിലേക്ക് ജമ്പ് ചെയ്ത് പോകും. അതാണ് /n പർപ്പസ്. അതിപ്പോ ഏത് ടി കോഡിൽ നിൽക്കുകയാണെങ്കിലും ഇവിടെ ഇപ്പോ എൻ്റർ GL അക്കൗണ്ട് സെൻട്രലി എന്നുള്ള പേജാണ്. അവിടെ നിൽക്കുമ്പോൾ /n ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പേജിലേക്ക് ഒന്നോളൂ. ഇനിയിപ്പോ F-02 നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഇവിടെ നിൽക്കുമ്പോൾ /n എൻ്റർ ഫസ്റ്റ് പേജിലേക്ക് ജമ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു /n യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പേജിലേക്ക് ജമ്പ് ചെയ്ത് പോകാനായിട്ടാണ് /n എന്നുള്ള ടി കോഡ് യൂസ് ചെയ്യുന്നത്. ഇനി /o എന്നുള്ളൊരു ടി കോഡ് ഉണ്ട്. ഈ /o എന്നുള്ള ടി കോഡ് യൂസ് ചെയ്യുന്നത് ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യാനായിട്ടാണ് /o എന്നുള്ള ടി കോഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ വെറുതെ /o എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ചോദിക്കും, ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരുന്നത്, എന്താണ് ചെയ്യേണ്ടത്, സെഷൻ എൻഡ് ചെയ്യണോ ജനറേറ്റ് ചെയ്യണോ. ഇതിൽ ഈ ജനറേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓക്കെ, സിസ്റ്റം സ്ലോ അനുസരിച്ച് കുറച്ച് സമയം പിടിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു വിൻഡോ വന്നിട്ടുണ്ട്. അതായത് പഴയ വിൻഡോയുടെ പുറകിൽ കിടക്കുന്നുണ്ട്, ഇവിടെ പുതിയ വിൻഡോ വന്നു. ഇത് ഹെൽപ്ഫുൾ ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ സപ്പോസ് നമ്മളൊരു ബില്ല് പ്രിപ്പയർ ചെയ്യുന്നു വിചാരിക്കാം. അപ്പോൾ ആ ഒരു ബില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെൻഡറിന്റെ ഇൻഫർമേഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ 2 പേജിലായിട്ട് ഡാറ്റ കാണാൻ പറ്റും. ഒരേ സമയം 2 വിൻഡോസ് നമുക്കിങ്ങനെ യൂസ് ചെയ്യാനായിട്ട് SAP-യിൽ പറ്റും. അതേസമയം ഇപ്പൊ ടാലിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മൾട്ടി വിൻഡോ സപ്പോർട്ട് കുറച്ച് ലിമിറ്റഡ് ആണ്. അപ്പോൾ SAP-യിൽ നമുക്കിങ്ങനെ അറ്റ് എ ടൈം 6 വിൻഡോസ് വരെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ /o പകരം ഇവിടെ ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, ക്രിയേറ്റ് ന്യൂ സെഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും പുതിയ വിൻഡോ വരും. ഓക്കെ, ഇതിപ്പോ ഞാൻ കുറച്ച് പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വിൻഡോസ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയി വരും. 2, 3, 4. ഓക്കെ,
ഇനിയിപ്പോ ഇവിടെ നോക്കുമ്പോൾ 1 2 3 4 5 6 വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. SAPയുടെ 6 വിൻഡോ, അതായത് 1 2 3 4 5 6 വിൻഡോ. ഇനി ഇതിന്റെ കൂടെ എക്സ്ട്രാ ഒരു വിൻഡോ കൂടി ഓപ്പൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം പറയും മാക്സിമം നമ്പർ ഓഫ് സെഷൻസ് റീച്ച്ഡ്. അതായത് മാക്സിമം നമുക്ക് ഇങ്ങനെ 6 വിൻഡോ ഓപ്പൺ ചെയ്യാനേ പറ്റുള്ളൂ. 6 വിൻഡോസ്. ഈ 6 വിൻഡോയിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അപ്പൊ ഇങ്ങനെയുള്ള മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് എറർ അല്ല, വായിച്ച് നോക്കാം എന്താണ് പ്രശ്നം എന്ന്. മാക്സിമം 6 വിൻഡോസ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ SAPയിൽ. അപ്പൊ അതിൽ 6 ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ SAPയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈം പല വിൻഡോസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. സോ ഇടക്ക് ആവശ്യമില്ലാത്ത വിൻഡോസ് ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടക്ക് മാക്സിമം നമ്പർ ഓഫ് സെഷൻസ് റീച്ച്ഡ് എന്നുള്ള മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് /O എന്ന് പറഞ്ഞ T കോഡിന്റെ പേർപ്പസ്. /N/O രണ്ടും രണ്ട് പേർപ്പസ് ആണ്. /N യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള വിൻഡോ ക്ലോസ് ചെയ്തിട്ട് വരാം, ഫസ്റ്റ് പേജിലേക്ക് വരാം. /O ആണെങ്കിൽ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഇതിൽ പറയുന്നത് പോലെ /N-ഉം /O-യും സാധാരണ പ്രിഫിക്സുകളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രിഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു T കോഡ് 2 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ME21N MIGOU. അപ്പൊ ഇതില് ഈ /N എന്ന് പറയുന്ന അക്ഷരം T കോഡിന്റെ ഇടത്തേ സൈഡിലാണ്. ഇവിടെ /O-യും T കോഡിന്റെ ഇടത്തേ സൈഡിലാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു T കോഡ് കൂടെയാണ് സാധാരണ നമ്മൾ /N-ഉം /O-യും കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇനി ഈ T കോഡുകൾ SAP മെനുവിൽ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഇപ്പൊ /O ME21N എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പൊ ഇവിടെ ME21N ആണ് T കോഡ്. /O അതിന്റെ മുന്നിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രിഫിക്സ് ആണ് ഈ സിറ്റുവേഷനിൽ. ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്യണമെങ്കിൽ ഓക്കെ, പഴയ വിൻഡോ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടപ്പുണ്ടാവും. ഈ ഒരു ME21N എന്ന് പറയുന്നത് പുതിയൊരു വിൻഡോയിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു /O യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ വിൻഡോയിൽ ഇങ്ങനെ T കോഡുകൾ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പൊ /O FS00 ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ വിൻഡോയിലാണ് ആ ഒരു FS00 വന്നിട്ടുള്ളത്. ഇനി ഇതിന് പകരം ഓക്കെ, ഇപ്പോ ഈ ഒരു വിൻഡോ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ /N ME21N എന്ന് ടൈപ്പ് ചെയ്തു. അതായത് ME21N ഈ ഡോക്യുമെന്റ് ആണ്, ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ എന്നുള്ള പേജ് ആണ്. അപ്പോ ഇവിടെ /N ആണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കാര്യം നോക്കാം. /N ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് നോക്കാം. നിലവിൽ ഏത് വിൻഡോയിലാണോ നിന്നത് ആ വിൻഡോയിൽ തന്നെയാണ് ആ ഒരു T കോഡ് എക്സിക്യൂട്ട് ആയത്, പുതിയ വിൻഡോയിലല്ല. അപ്പോൾ T കോഡിന്റെ ഒരു ലിമിറ്റേഷൻ ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മൾ വേറെ ഏതെങ്കിലും പേജിൽ നിൽക്കുമ്പോൾ T കോഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ T കോഡ് റൺ ആവില്ല. അപ്പൊ ആ ഒരു ലിമിറ്റേഷനെ നമ്മൾ ഓവർകം ചെയ്യുന്നത് ഇങ്ങനെയാണ്. /N FS00 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ആ T കോഡ് അവിടെ റണ്ണായി. അതാണ് /O-യും /N-ഉം സാധാരണ നമ്മൾ പ്രിഫിക്സ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. വേറെ T കോഡ്സിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ T കോഡ്സ് ബാക്കി നമുക്ക് ആവശ്യമുള്ള T കോഡ്സ് എല്ലാം ഓരോരോ ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ T കോഡ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്തിട്ട് തനിയെ മെമ്മറൈസ്ഡ് ആയിക്കോളും. എല്ലാവരും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണമെന്നില്ല. ഡെയിലി യൂസ് ചെയ്ത് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള T കോഡുകൾ എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു T കോഡാണ് ഈ ഒരു /NEX എന്ന് പറയുന്ന T കോഡ്. ഓക്കെ, അതായത് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ /NEX എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെ /N-ഉം
ഇ എക്സും ആണ് ടൈപ്പ് ചെയ്തത്. അപ്പോൾ എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ /NEX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള എല്ലാ വിൻഡോയും സിസ്റ്റം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സെർവറിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യും. അപ്പോൾ സൈൻ ഔട്ട് ചെയ്യാനുള്ള ഒരു വഴിയാണ് /NEX എന്ന് പറയുന്നത്. അങ്ങനെ സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് വീണ്ടും ലോഗിൻ ചെയ്യേണ്ടി വരും. അതായത് വീണ്ടും സെർവറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യും. ഓക്കെ, ഓക്കെ. അപ്പോൾ ഈ /NEX വരെയുള്ള കാര്യം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ യൂസറിന്റെ ഫേസിൽ ഇന്നിപ്പോ തൽക്കാലം നമ്മൾ ഇത്രയും കാര്യം പറയുന്നുള്ളൂ. ബാക്കിയുള്ള യൂസർ ഇന്റർഫേസിന്റെ കാര്യം നമ്മൾ അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം.